നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പിലുള്ള കുറച്ച് ടിപ്സുകൾ, ട്രിക്കുകൾ, ഫീച്ചറുകൾ, അതാണ് ഈ വീഡിയോ. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ പലതും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. എന്തൊക്കെയാ ഫീച്ചറുകൾ, എന്തൊക്കെയാ ട്രിക്കുകൾ എന്നറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാത്തതായിരുന്നു കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്തു കൊടുക്കുക. നമുക്ക് വാട്സപ്പ് തുറന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. ഒന്നാമത്, നമുക്കൊരാളിപ്പോൾ ഒരു ഫോട്ടോയും അതിൻ്റെ കൂടെ അതിൻ്റെ ക്യാപ്ഷനും, ഒരു ഫോട്ടോ അതിൻ്റെ ഡീറ്റെയിലും ഒന്നിച്ചുള്ള മെസ്സേജ് സെൻഡ് ചെയ്യും. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന നേരം ആ ഫോട്ടോ മാത്രമായിട്ട് അതിന് പോവുക. അല്ലാണ്ട് ഫോട്ടോയും ടെക്സ്റ്റുകളും കൂടി ഒന്നിച്ച് ഷെയർ ചെയ്യണേ നമ്മൾ ഫോർവേഡ് ചെയ്താൽ കിട്ടിയാൽ അതിനും ഷെയർ ചെയ്യേണ്ടിയിരുന്നു. ഷെയർ ചെയ്ത് വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് കോൺടാക്ട് സെലക്ട് ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ആ ഫോട്ടോയും ക്യാപ്ഷനും, ഇതിപ്പോൾ എനിക്ക് വന്ന ഒരു ഫോട്ടോ, അതിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റും ഉണ്ട്. ആ ടെക്സ്റ്റും ഫോട്ടോയും ഒന്നിച്ച് തന്നെ നമുക്കങ്ങ് ഷെയർ ആവും. കണ്ടോ, ഞാൻ ഇപ്പം ഫോർവേഡ് ചെയ്തേരെ ആ ഫോട്ടോയും ടെക്സ്റ്റും ഒന്നിച്ചങ്ങ് പോയി. നല്ല ഫീച്ചർ അല്ലേ. രണ്ടാമത് നമ്മൾ നോക്കുന്നത് പ്രൈവസിയിൽ വളരെ ഉപകാരമുള്ള അപ്ഡേറ്റ് ആണ് വന്നത്. നമ്മൾ ലാസ്റ്റ് സീന്, എബൌട്ട്, പ്രൊഫൈൽ പിക്ചർ, ഇതൊക്കെ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാർ കാണരുതെന്നുണ്ടെങ്കിൽ അവരെ മാത്രം നമുക്ക് മാറ്റി നിർത്തിയാവും. അതെങ്ങനെ? നമുക്കിവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആദ്യമൊക്കെ നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കിട്ടുന്ന അക്കൗണ്ട് എന്നുള്ളതിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പം പ്രൈവസി കുറേ അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വാട്സപ്പ് ഈ പ്രൈവസി എടുത്ത് പുറത്തിട്ടിക്ക്, നേരെ പുറത്തുനിന്ന് തന്നെ നമുക്ക് പ്രൈവസി പോവാം. ഈ പ്രൈവസി ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇപ്പോൾ നമ്മളെ പ്രൊഫൈൽ പിക്ചർ, ആ പ്രൊഫൈൽ പിക്ചർ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാർ കാണരുത്, ബാക്കി ആൾക്കാർ കണ്ടോട്ടെ എന്നാണെങ്കിൽ മൈ കോണ്ടാക്ട് എക്സ്പെക്ട് എന്നുള്ള ഈ മൂന്നാമത്തത് സെലക്ട് ചെയ്തിട്ട് ആരൊക്കെയാണോ കാണരുതാത്തത് അവരെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാർ മാത്രം കാണുകയില്ല, ബാക്കി എല്ലാവർക്കും കാണാനാവും. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ലാസ്റ്റ് സീനും ഓൺലൈൻ സ്റ്റാറ്റസും, ഇത് രണ്ടും മേലെ തന്നെ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ആരെങ്കിലും നമ്മളെ ഓൺലൈൻ സ്റ്റാറ്റസ്, ലാസ്റ്റ് സീനും ഒക്കെ കാണരുത് എന്നുണ്ടെങ്കിൽ മൈ കോണ്ടാക്ട് എക്സ്പെക്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരോ അവർ കാണുകയില്ല, ബാക്കി എല്ലാവരും കാണും. അതിനുശേഷം താഴെ ഹൂ ക്യാൻ സീ വെൻ ഐ ആം ഓൺലൈൻ എന്നുള്ള ഈ ഭാഗത്ത് സെയിം ആസ് ലാസ്റ്റ് സീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് കഥമ്പോൾ അടിപൊളി ഓപ്ഷൻ, നല്ലൊരു പ്രൈവസി അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ ഈ വന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എബൌട്ട് സെക്ഷനിലും സ്റ്റാറ്റസിലും ഒക്കെ ചെയ്യാനാവും. അതുപോലെ തന്നെ അവിടെ കുറച്ച് താഴേക്ക് വന്നാൽ ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്താൽ ആരൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം, അതായത് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പിടിച്ച് ആഡ് ചെയ്യുന്നതിന് പകരം ആരും ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളടുത്ത ആൾക്കാർ ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടെ മാറ്റം വരുത്തുന്നതിനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അടുത്ത് നമ്മൾ വാട്സപ്പിൽ നോക്കുന്നത് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചറാണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ, സുഹൃത്ത് നമുക്കൊരു മെസ്സേജ് അയച്ചാൽ വാട്സപ്പിൽ അത് റിസീവ് ആവും. നമ്മൾ കണ്ടാലും കണ്ടിക്കില്ലെങ്കിലും സുഹൃത്തിന് മനസ്സിലാക്കാനാവും നമ്മൾ ഇന്റർനെറ്റ് ഓണാണ്, വാട്സപ്പിൽ നമുക്ക് ആ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഒരു സിനിമ ഒക്കെ കാണുകയാണെങ്കിൽ, യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുകയാണെങ്കിൽ, ഫേസ്ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നേരം ആ മെസ്സേജിന്റെ സൗണ്ടിന്റെ ഇറിറ്റേഷനും നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് റിസീവ് ആയിക്കുന്ന സുഹൃത്ത് അറിയുന്നത് അതും ഒഴിവാക്കാം. എങ്ങനെ? വാട്സപ്പിലേക്ക് മാത്രമുള്ള ഇന്റർനെറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഫോണിൽ മറ്റെല്ലാ ഭാഗത്തും ഇന്റർനെറ്റ് വർക്ക് ചെയ്യും, വാട്സപ്പിൽ മാത്രം വർക്ക് ചെയ്യില്ല. അതെങ്ങനെ? അതിന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പോസിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡയറക്റ്റ് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, അതൊന്ന് നോക്കുക. അത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വേറെയും കുറെ ഫീച്ചറുകൾ ഉണ്ട് കേട്ടോ. പോസിറ്റ് എന്നുള്ള ഇന്റർനെറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ സുഹൃത്ത് ഡിലേറ്റ് ഫോർ എവരി വൺ കൊടുത്ത് ഡിലേറ്റ് ആക്കിയ മെസ്സേജ് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മീറ്റിംഗ് മോഡിലേക്ക് മാറ്റിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് പോസിറ്റ്. ഈ പോസിറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് വാട്സപ്പിന്റെ ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മേലൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. എനേബിൾ ആക്കുന്ന ഒരു പോപ്പപ്പ് വരും, അവിടെ ഒരു ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മേലൊരു കീ ഐക്കൺ കാണാം. സ്റ്റാറ്റസ് ബാറിൽ ഒരു കീ ഐക്കൺ കാണാം, അതടന്നോട്ടെ. നമുക്ക് വാട്സപ്പിലേക്കുള്ള ഇന്റർനെറ്റ് മാത്രം കട്ടാവും, ബാക്കി എല്ലാ ഭാഗത്തും ഫോണിൽ ഇന്റർനെറ്റ് വർക്കാവും, വാട്സപ്പിൽ മാത്രം കട്ടാവും. ഇത് വാട്സപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൽ കാണുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നോ ആ ആപ്ലിക്കേഷനിലേക്കൊക്കെ നമുക്ക് ഇന്റർനെറ്റ് കട്ട് ചെയ്യാനാവും. ആ ഭാഗത്തേക്ക് ഇന്റർനെറ്റ് പിന്നെ പോവുകയില്ല, ഫോണിന്റെ മറ്റെല്ലാ ഭാഗത്തും ഇന്റർനെറ്റ് വർക്ക് ചെയ്യുകയും ചെയ്യും. അതൊരു അടിപൊളി ഓപ്ഷൻ അല്ലേ. ആവശ്യക്കാർ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി പറയാൻ പോകുന്നത് വളരെ ഉപകാരമുള്ള മറ്റൊരു ട്രിക്കാണ്. ഇത് ഇപ്പോൾ ഉള്ള പുതിയതൊന്നുമല്ല, മുമ്പേ ഉള്ളതാണ്, പഴയ ട്രിക്കാണ്.
നമുക്ക് ഒരു ചാറ്റ് ക്ലിയർ ചാറ്റ് ചെയ്യണം, എന്നാൽ അതിലുള്ള ചില മെസ്സേജുകൾ നഷ്ടപ്പെടരുത്. അങ്ങനെ ചില മെസ്സേജുകൾ വെച്ചുകൊണ്ട് ഒന്നിച്ച് ക്ലിയർ ചാറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഇപ്പോൾ ഈ മെസ്സേജ് എനിക്ക് നഷ്ടപ്പെടരുത്, ബാക്കിയൊക്കെ ക്ലിയർ ചാറ്റ് ചെയ്യണം. ഞാൻ ഈ മെസ്സേജ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സ്റ്റാറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് മേലെ, ആ സ്റ്റാർ കൊടുക്കുന്നു. ആ സ്റ്റാർ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ചാറ്റ് ചെയ്യുന്ന നേരം ഇവിടെ ഡിലേറ്റ് സ്റ്റാർഡ് മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർ ചെയ്തത് നഷ്ടപ്പെടും. ടിക്ക് മാർക്ക് കൊടുക്കാതെ ക്ലിയർ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാർ ചെയ്ത് മാത്രം അവിടെ ഉണ്ടാവും, ബാക്കിയൊക്കെ ഡിലേറ്റ് ആവും. ഇനി നമുക്ക് ഈ സ്റ്റാർ ചെയ്തത് ഇവിടെ നിന്നല്ലാണ്ട് വേറെ ഇടുന്ന് കാണാനാവും. നമ്മൾ ഏതൊക്കെ ചാറ്റിൽ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവിടെ മേലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർഡ് മെസ്സേജ് എന്നുള്ള ഈ ഭാഗത്ത് നമുക്ക് നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ച എല്ലാ മെസ്സേജുകളും അവിടെ കാണാനാവും. അടിപൊളിയല്ലേ? പറയാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞതിനേക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സ്റ്റോറേജ്, ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ നല്ലൊരു ഭാഗം വാട്സപ്പ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് എത്ര സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കുക. നമുക്ക് വാട്സപ്പിൻ്റെ ആപ്പ് ഇൻഫോ ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് ആപ്പ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോറേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ 18.17 GB. MB അല്ല കേട്ടോ, 18.1 GB എൻ്റെ വാട്സപ്പ് മാത്രം എൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഒരുപാട് മെസ്സേജുകൾ നമുക്ക് റിസീവ് ആകുന്നു, അതൊക്കെ അവിടെ സ്റ്റോർ ആകുന്നു, നമ്മൾ സെൻഡ് ചെയ്യുന്നു, സ്റ്റോർ ആകുന്നു. ഇതൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യുക? എളുപ്പത്തിൽ വാട്സപ്പ് തുറക്കുക, മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോവുക. ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാനേജ് സ്റ്റോറേജ് എടുക്കുക. മാനേജ് സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോന്നും ഉപയോഗിക്കുന്നത് കാണാം. ഈ ഗ്രൂപ്പ് മേലെയുള്ള ഈ ഗ്രൂപ്പ് 2.2 GB ആണ് ഒരു ഗ്രൂപ്പ് മാത്രം ഉപയോഗിക്കുന്നത്. അടുത്ത ഗ്രൂപ്പ് 1.9 GB. അങ്ങനെ ഓരോ ഗ്രൂപ്പും ഓരോ ചാറ്റും എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കാണാം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതായാലും ഗ്രൂപ്പായാലും ചാറ്റായാലും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തത് ക്ലിയർ ചാറ്റ് ചെയ്യാം. അതിലുള്ള എല്ലാ മെസ്സേജും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമ്മളെ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാം. ഇത് കുറേ വലുപ്പമായുള്ള വീഡിയോ, ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കല്ലേ, നീണ്ട വീഡിയോ. അതിനെക്കൊണ്ട് നമുക്ക് ഇനിയും കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് അടുത്ത വീഡിയോയിലാക്കാം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.